ഹൈദരാബാദ് എയർപോർട്ടിന് ട്രെയിൻ ഉണ്ട്. ബാംഗ്ലൂർ എയർപോർട്ട് വഴി നാട്ടിലോട്ട് പോകാൻ എന്താ വഴിയെന്ന് ഒരു വീഡിയോ ഇട്ട സമയത്ത് പല ആൾക്കാർക്കും പല ജാതി സംശയങ്ങളാണുള്ളത്. ഏറ്റവും ഈസി ആയിട്ട് വഴിയെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഒരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് എടുത്തിട്ട് കോഴിക്കോടോ കണ്ണൂരോ തിരുവനന്തപുരമോ കൊച്ചിയോ എവിടെയെങ്കിലും പോയി ഇറങ്ങുക എന്നുള്ളതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള വഴി. അതല്ലാണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 500 ഇന്ത്യൻ റുപ്പീസ് 1000 ഇന്ത്യൻ റുപ്പീസിനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബസ്സാണ് ഏറ്റവും ഈസിയസ്റ്റ് വേ, പെർഫെക്റ്റ് വേ എന്ന് പറയാം. അപ്പോൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന ഞാൻ വന്നിട്ടുള്ള ഒരു വഴിയാണ് മജസ്റ്റിക് വഴി നാട്ടിലോട്ട്. അപ്പോൾ ബാംഗ്ലൂർ എയർപോർട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ മജസ്റ്റിക്കിലേക്ക് ബസ് കിട്ടും. അവിടെ നിന്നാണ് എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ബസ്സുണ്ട്. അവിടെ നിന്ന് മജസ്റ്റിക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നാട്ടിലോട്ട് എല്ലായിടത്തും ബസ്സുണ്ട്. ഇനിയിപ്പോൾ അതല്ല നിങ്ങൾക്ക് അറിയാവുന്ന വേറെ ഏതെങ്കിലും സ്ഥലത്തു നിന്നാണ് ബസ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയാൽ തന്നെ അവിടെ നിന്ന് പല സ്ഥലങ്ങളിലേക്കും ബസ്സുണ്ട്. അതൊന്ന് നോക്കിയാൽ മതി. അതേപോലെ ആ വീഡിയോ ഇട്ട സമയത്ത് വന്ന ചോദ്യങ്ങളാണ് മംഗലാപുരം എയർപോർട്ടിൽ ഇറങ്ങിയാൽ നമ്മൾ എങ്ങനെ നാട്ടിലെത്തുക, ഹൈദരാബാദ് എയർപോർട്ടിൽ ഇറങ്ങിയാൽ എങ്ങനെ നാട്ടിലെത്തുക എന്നുള്ളത്. മംഗലാപുരം എയർപോർട്ടിന് തൊട്ടടുത്തുള്ള നഗരം തന്നെയാണ് ഈ മംഗലാപുരം എന്ന് പറയുന്നത്. അപ്പോൾ മംഗലാപുരത്തേക്ക് എങ്ങനെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ കേരളത്തിന് തൊട്ടടുത്ത് കിടക്കുന്ന നഗരമാണ് ഈ മംഗലാപുരം. ഈ മംഗലാപുരത്ത് നമുക്ക് നാട്ടിലോട്ട് ഇഷ്ടംപോലെ ബസ്സുകൾ കിട്ടും. ഹൈദരാബാദ് എത്തുന്ന സമയത്താണ് പ്രശ്നമുള്ളത്. ഹൈദരാബാദിലോട്ട് പോയ പല ആൾക്കാരും പറയുന്നത് അവിടുന്ന് ബസ്സിലാണ് നമുക്ക് നാട്ടിലോട്ട് എത്തുന്നത്, പല സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നത് എന്നുള്ളത്. അതിന് കാരണമായിട്ട് ചോദിച്ചാൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ 1-2 വട്ടമൊക്കെ ട്രെയിനുള്ളൂ നാട്ടിലോട്ട്. അതുകൊണ്ടാണ് അവരങ്ങനെ ബസ് ചൂസ് ചെയ്ത് പല പല സ്ഥലങ്ങളിൽ മാറി മാറി നാട്ടിലോട്ട് എത്തുന്നത് എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഹൈദരാബാദ് എയർപോർട്ടിൽ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കുന്തരാബാദ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ബസ് കിട്ടും. ഡയറക്റ്റ് അവിടെ നിന്ന് അവരെ ഗവൺമെന്റിന്റെ തന്നെ ബസ് ഉണ്ട്. അത് കയറി കഴിഞ്ഞാൽ സെക്കുന്തരാബാദ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ശബരി എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു ട്രെയിൻ ഉണ്ട്. കറക്റ്റ് ടൈം എനിക്കറിയില്ല, അതൊന്ന് പരിചയമുള്ള ആരുടെയും ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായി. അല്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ അടിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാം കിട്ടും. ശബരി എക്സ്പ്രസ്സിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നാട്ടിലോട്ട് ഡയറക്റ്റ് ആയിട്ട് തൃശ്ശൂർ വഴിയാണ് പോകുക. അപ്പം നമുക്ക് കോഴിക്കോട്, മറ്റേ കണ്ണൂർ, കാസർഗോഡ് ഭാഗത്തേക്കൊന്നും എത്തിപ്പെടാൻ ബുദ്ധിമുട്ടാകും. അപ്പോൾ തൃശ്ശൂർ ഇറങ്ങി കഴിഞ്ഞിട്ട് ബാക്കി മേലോട്ടുള്ള ആൾക്കാർ കോഴിക്കോട്, കണ്ണൂർ ഭാഗത്തേക്കുള്ള ആൾക്കാർ അങ്ങനെ മെട്രോക്കോ ബസ്സിന് എങ്ങനെ വേണമെങ്കിലും പോകാം. അതല്ലാണ്ട് താഴോട്ട് എറണാകുളം ഭാഗത്തേക്ക് എന്തായാലും ശബരി എക്സ്പ്രസ് തന്നെ പോകും. നമുക്ക് അറിയാവുന്ന രീതിയിൽ അറിയാവുന്ന കാര്യങ്ങൾ ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. അതേപോലെ ബാംഗ്ലൂർ എയർപോർട്ടിനുള്ളിൽ നിന്ന് തന്നെ പിക്ക് ചെയ്തിട്ട് നാട്ടിലെത്തിക്കുന്ന ട്രാവൽസുകാരുണ്ട്. അവരുടെ നമ്പർ എന്തെങ്കിലും വേണമെന്ന് DM ചെയ്താൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഞാനൊരു ട്രാവൽ ഏജന്റ് ഒന്നല്ല, അറിയാവുന്ന കാര്യങ്ങൾ ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വെച്ചിട്ടാണ് അയച്ചു കൊടുക്കുന്നത്. ഈ വീഡിയോ ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെടും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് അയച്ചു.